ലൈബ വെഡിങ് സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് ഇവിടെ ആർക്കും അറിയാത്ത. നിങ്ങളുടെ ലൈബയോ? നമ്മുടെ ലൈബ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സിന് PV അൻവർ MLA 1 കോടി രൂപ അനുവദിച്ചു. ഇതേ തുടർന്ന് നിലമ്പൂർ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബജറ്റിൽ ചന്തക്കുന്ന് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 9 കോടി വകയിരുത്തിയിരുന്നു. ഇതിലേക്കാണ് PV അൻവർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി അനുവദിച്ചത്. ബാക്കി 8 കോടി വായ്പ എടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ചന്തക്കുന്ന് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സ് BOT സംവിധാനത്തിൽ നിർമ്മിക്കാനാണ് LDF ഭരണസമിതി ആദ്യം തീരുമാനിച്ചതെങ്കിലും ഈ ബജറ്റിലൂടെ തീരുമാനം മാറ്റുകയായിരുന്നു. 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകിയ വികസന മുന്നണിയുടെ പ്രധാന വാഗ്ദാനത്തിലൊന്നായിരുന്നു ചന്തക്കുന്ന് ബസ് വേ കോംപ്ലക്സ്. എന്നാൽ ഭരണം 3.5 വർഷം പൂർത്തിയാക്കുമ്പോഴും യാഥാർത്ഥ്യമാകാനായിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും കടമെടുപ്പ് വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാകൂ. ഗ്രാമീണ റോഡുകളുടെ പ്രവൃത്തി നടത്താത്ത കരാറുകാർ മാറി നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാദുരിതം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ കൂനയായി കിടക്കുന്നത് കോൺഗ്രസ് സംഘം കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ നടപടിയെടുക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, UK ബിന്ദു, സ്കറിയാക്നാന്തോപ്പിൽ, ഷൈജിമോള്, പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, VA കരീം, ഇസ്മായിൽ അരിഞ്ഞിക്കൽ, MK വിജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.